നമസ്കാരം. F&S ഫാർമ വൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ബാർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എക്സാമിനേഷൻ ഡേറ്റഡ് 6/9/2019 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ വീഡിയോ തുടങ്ങി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. Number of neutrons in iron atom is option A 30, option B 56, option C 26, option D 82. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ? നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പറാണ്. അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ നമ്പർ തന്നെ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ. സോ ന്യൂട്രോൺ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ അയണിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 56 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26 ആണ്. സോ 56 മൈനസ് 26 30. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 30. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ ഹാവ് ലീസ്റ്റ് പെനിട്രബിലിറ്റി? ഓപ്ഷൻ എ എക്സ്റേ, ബി ബീറ്റ പാർട്ടിക്കിൾ, സി ഗാമ പാർട്ടിക്കിൾ, ഡി ആൽഫ പാർട്ടിക്കിൾ. തന്നിരിക്കുന്ന ഏത് റേഡിയേഷനാണ് പെനിട്രബിലിറ്റി കുറവുള്ളത്, ലീസ്റ്റ് ഉള്ളത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആൽഫ പാർട്ടിക്കിൾ ആണ്. നമുക്കറിയാം ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്: ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫയ്ക്കാണ് ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ ഉള്ളത്. ആൽഫയെ നമുക്കൊരു ഹീലിയം ന്യൂക്ലിയസിനോട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹീലിയം ന്യൂക്ലിയസിന് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ് ആണ് അതിൻ്റെ ന്യൂക്ലിയസിലുള്ളത്. ബോത്ത് ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്താൽ ഇറ്റ് വുഡ് ബി എ ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ പോലെ നെക്സ്റ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ ആണ് ബീറ്റ പാർട്ടിക്കിൾ. ബീറ്റ പാർട്ടിക്കിളിന് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഗാമ പാർട്ടിക്കിൾസിൻ്റെ പെക്യുലാരിറ്റി ആണ് ഇറ്റ് ഇസ് മോസ്റ്റ് ഓർ മോർ പെനിട്രേറ്റിംഗ് ആണ്, ചാർജ് ഇല്ല, ആൻഡ് ഇറ്റ് ഇസ് വെരി മച്ച് ലൈക്ക് എക്സ്റേസ് ആണ്. സോ ഇവിടെ ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ആൽഫ പാർട്ടിക്കിളിന്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈറ്റോമെനാഡയോൺ ഇസ് ഓപ്ഷൻ എ നിയാസിൻ, ബി വൈറ്റമിൻ കെ, സി പിരിഡോക്സിൻ, ഡി ലിപ്പോയിക് ആസിഡ്. ഫൈറ്റോമെനാഡയോൺ ഇതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വൈറ്റമിൻ കെയുടെ മറ്റൊരു പേരാണ് ഫൈറ്റോമെനാഡയോൺ. ഫൈലോക്യുനോൺ എന്നും പറയും. വൈറ്റമിൻ കെയുടെ പെക്യുലാരിറ്റി എന്താണ്? ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്, ADEK. അതുപോലെ തന്നെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കോയാഗുലേഷൻ നെസസറി ആണ്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ബ്ലീഡിങ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലെ ബാക്കിയുള്ള ഓപ്ഷൻ എ നിയാസിൻ ആണ്. നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ്. ഡെഫിഷ്യൻസി ക്യാൻ ലീഡ്സ് ടു പെലാഗ്ര. അതുപോലെ തന്നെ പിരിഡോക്സിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B6 ആണ്. ഓപ്ഷൻ ഡിയിലെ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ആണ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഇൻ ഗ്ലൈക്കോളിസിസ് ഇസ് കാറ്റലിസ്ഡ് ബൈ ദ എൻസൈം. ഓപ്ഷൻ എ ഫോസ്ഫോഫ്രക്ടോകൈനേസ്, ബി ആൽഡോളേസ്, സി ഈനോളൈസ്, ഡി ഹെക്സോകൈനേസ്. ഗ്ലൈക്കോളിസിസിലെ റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഏത് എൻസൈമാണ് കാറ്റലൈസ് ചെയ്യുന്നത്? നമുക്കറിയാം ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന എൻസൈം കാറ്റലിസ്റ്റ് റിയാക്ഷനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്ലൈക്കോളിസിസ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഗ്ലൈക്കോളിസിസിലെ റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രക്ടോസ് ഇസ് ഫോസ്ഫേറ്റ്, ഫോസ്ഫോറിലേഷൻ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ C1 കാർബൺ. ഫോസ്ഫോഫ്രക്ടോകൈനേസിൻ്റെ പ്രസൻസിൽ ഫ്രക്ടോസ് ഇസ് ഫോസ്ഫേറ്റ്, ഫോസ്ഫോറിലേഷൻ സംഭവിച്ച് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആവുന്ന റിയാക്ഷൻ 3 ആണ് റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ് എൻസൈം ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. ഫോസ്ഫോഫ്രക്ടോകൈനേസിൽ ഹൈ AMP അതുപോലെ ADP ലെവൽ ആക്ടിവേറ്റേഴ്സ് ആണ് എൻസൈമിൻ്റെ. ATP ഇൻഹിബിറ്റർ ആണ്. ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഓൾസോ ഇസ് ബൈ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ. മേജർ പോസിറ്റീവ് എഫക്റ്റർ ഓഫ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രക്ടോസ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈം കാറ്റലിസ്റ്റ് ചെയ്യുന്ന ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് അലോസ്റ്ററിക് ഫീഡ് ഫോർവേഡ് ആക്ടിവേഷൻ കൂടിയാണ്. അതായത് ഫ്രക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് ഹോർമോൺ സ്റ്റിമുലേറ്റഡ് ഫോസ്ഫോറിലേഷൻ ഓഫ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ന് ഫോം ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അലോസ്റ്ററിക് ഫീഡ് ഫോർവേഡ് ആക്ടിവേഷൻ ഓൾസോ.
So the correct answer for fourth question is the rate limiting step in glycolysis is option A is catalyzed by the enzyme. Option A, phosphofructokinase. Question number 5. What is spirit of salt? Option A, MgSO4, B, Na2B4O7, C, CaOCl2, D, HCl. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത് HCl ആണ്. HClൻ്റെ എനിഷ്യൻ നെയിമാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. ക്ലിയർ കളർലെസ് ഹൈലി പഞ്ചൻറ്റ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറൈഡ് ഇൻ വാട്ടർ ആണ് HCl എന്ന് പറയുന്നത്. മ്യൂരിയാറ്റിക് ആസിഡ് എന്നും ഒരു നെയിമുണ്ട് HClന്. സോ കറക്റ്റ് ആൻസർ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following is useful in cyanide poisoning? Option A, sodium bisulfite. Option B, sodium metabisulfite. Option C, sodium sulfosuccinate. Option D, sodium thiosulfate. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സൈനൈഡ് പോയ്സണിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, സോഡിയം തയോസൾഫേറ്റ് ആണ് കറക്റ്റ് ആൻസർ. സോഡിയം തയോസൾഫേറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് സോഡിയം നൈട്രേറ്റ് നമ്മൾ അക്യൂട്ട് സൈനൈഡ് പോയ്സണിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റിന് സെക്കൻഡ് ലൈൻ തെറാപ്പിയായിട്ട് യൂസ് ചെയ്യും. ഫസ്റ്റ് ലൈൻ തെറാപ്പിയായിട്ട് ഹൈഡ്രോക്സി കൊബാളമീനാണ് യൂസ് ചെയ്യുന്നത്. മെക്കാനിസം എന്താണ്? സോഡിയം തയോസൾഫൈറ്റ് പ്ലസ് സോഡിയം നൈട്രേറ്റ് കോമ്പിനേഷൻ്റെ മെക്കാനിസം, സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് മെത്തമോഗ്ലോബിൻ റെഡ് സെൽസിൽ മെത്തമോഗ്ലോബിനെ ഇൻഡ്യൂസ് ചെയ്യും, എന്നിട്ട് സൈനൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈമിനെ റിലീസ് ചെയ്യിപ്പിക്കും. സോഡിയം തയോസൾഫേറ്റ് ഒരു സൾഫർ ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്തിട്ട് സൈനൈഡിനെ ട്രാൻസ്ഫോം ചെയ്ത് തയോസൈനേറ്റ് ആക്കി മാറ്റും ഇൻ പ്രസൻസ് ഓഫ് ആൻ എൻസൈം നോൺ ആസ് റോഡനേസ്. അങ്ങനെ എൻഡോജീനസ് ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സൈനൈഡിൻ്റെ ഡീടോക്സിഫിക്കേഷൻ എൻഹാൻസ് ചെയ്യും. ഇതാണ് മെക്കാനിസം. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, സോഡിയം തയോസൾഫേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. Nitrous oxide is stored in option A, blue colored cylinder, B, grey colored cylinder, C, white cylinder with black neck, D, orange colored cylinder. നൈട്രസ് ഓക്സൈഡ് എന്തിലാണ്, ഏത് കളർ സിലിണ്ടറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്ലൂ കളർ സിലിണ്ടർ. ബ്ലൂ കളർ സ്റ്റീൽ സിലിണ്ടറിൽ കളർലെസ് ലിക്വിഡ് അണ്ടർ 745 PSI പ്രഷറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് US കളർ കോഡും ഉണ്ട്, ISO കളർ കോഡും ഉണ്ട്. അതനുസരിച്ച് രണ്ടും അനുസരിച്ച് നൈട്രജൻ സ്റ്റോർ ചെയ്യുന്നത് ബ്ലാക്ക് സിലിണ്ടേഴ്സിലാണ്. അതുപോലെ തന്നെ വൈറ്റ് സിലിണ്ടർ വിത്ത് ബ്ലാക്ക് നെക്കിൽ നൈട്രജൻ സ്റ്റോർ ചെയ്യാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഗ്രേ കളർ സിലിണ്ടേഴ്സിലാണ്. ഓക്സിജൻ ആണെങ്കിൽ US കളർ കോഡ് അനുസരിച്ച് ഗ്രീൻ കളർ സിലിണ്ടറിലും ISO കളർ കോഡ് അനുസരിച്ച് വൈറ്റ് കളർ സിലിണ്ടറിലുമാണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് രണ്ട് കളർ കോഡ് അനുസരിച്ചും ബ്ലൂ കളേർഡ് തന്നെയാണ്. ഹീലിയം ബ്രൗൺ കളേർഡ് സിലിണ്ടറാണ്. റെഡ് കളർ സിലിണ്ടർ എന്ന് പറയുന്നത് ഫ്ലേമബിൾ ആണ്. ബ്രൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ഇനേർട്ടാണ്. സോ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 8. ട്രൂ ആൻറ്റഗോണിസ്റ്റ് ഓഫ് മോർഫിൻ. ഓപ്ഷൻ എ നലോർഫിൻ, ബി നലോക്സോൺ, സി നാൽബുഫിൻ, ഡി മെത്തഡോൺ. ഏതാണ് ഇതിൽ ട്രൂ ആൻറ്റഗോണിസ്റ്റ് ഓഫ് മോർഫിൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നലോക്സോൺ ആണ്. നലോക്സോണും നാൽട്രിക്സോണും ഒപ്പിയോഡ് ആൻറ്റഗോണിസ്റ്റ് ആണ്, കോമ്പറ്റീറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആണ്. നലോർഫിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലെ നലോർഫിൻ എന്ന് പറയുന്നത് പാർഷ്യൽ അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ആണ്. നാൽബ്യൂഫിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ആണ്. മെത്തഡോൺ എന്ന് പറയുന്നത് ഫുൾ മ്യൂ ഒപ്പിയോയിഡ് റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. അതായത് ഹീറോയിൻ അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഡീടോക്സിക്കേഷനും മെയിൻ്റനൻസ് ഓഫ് പേഷ്യൻസിന് വേണ്ടിയും ഹീറോയിൻ ഡിപ്പെൻഡൻസിന് മെയിൻ്റനൻസിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെത്തഡോൺ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി നലോക്സോൺ ആണ് കറക്റ്റ് ആൻസർ. Question number 9. Mahung is another name of option A, ephedra, B, artemisia, C, rhubarb, D, cascara. ഏതാണ് മാഹുങ്ങിൻ്റെ വേറൊരു പേര്? എഫിഡ്ര ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ എഫിഡ്ര ആണ് കറക്റ്റ് ആൻസർ. മാഹുങ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിനൽ ഹെർബാണ്. എഫിഡ്ര സിങ്ക ആണത്. എഫിഡ്രയിലുള്ള ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? എഫിഡ്രിൻ, സൂഡോ എഫിഡ്രിൻ. നമുക്കറിയാം ഈ കോമ്പൗണ്ട്സ് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് എൻഹാൻസ് ചെയ്യും, BP എൻഹാൻസ് ചെയ്യും, ബ്രോങ്കിയൽ ട്യൂബ്സ് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ മെറ്റബോളിസം എൻഹാൻസ് ചെയ്യും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 9, ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെത് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 10. An adulterant of digitalis lives. Option A, Verbascum thapsus, B, Caerratia pedata, C, Crotalaria striata, D, Symbopogon flexosus. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? വെർബാസ്കം താപ്സിസ് ആണ്
ഡിജിറ്റാലിസ് ലീവ്സിൻ്റെ അഡൽട്രൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മുലിയൻ ലീവ്സ് എന്ന് നമ്മൾ പറയും. ഇറ്റ് ഇസ് ഒബ്റ്റൻ ഫ്രം വെർബാസം താപ്സിസ് ആൻഡ് ഇറ്റ് ഇസ് ഡെൻസ്ലി കവേർഡ് വിത്ത് ലാർജ് ബ്രാഞ്ച്ഡ് വൂളി ഹെയർ ആണ്. ഇത് കൂടാതെ ഒരു അഡൽട്രൻറ്റും കൂടെ ഉണ്ട് ഡിജിറ്റാലിസിന്, അതാണ് കോംഫ്രി ലീവ്സ്. സിംഫൈറ്റം ഒഫീഷ്യനാലെ ബിലോങ് ടു ദ ഫാമിലി ബൊറാജിനേസിയ ആണ്. മൾട്ടി സെല്ലുലാർ ട്രൈക്കോം ഉണ്ട്, അതും നമ്മുടെ ഡിജിറ്റാലിസിൻ്റെ ഒരു അഡൽട്രൻ്റ് ആണ്. ഡിജിറ്റാലിസിൻ്റെ സോഴ്സ് എന്താണ്? ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് പെർപ്യൂറ ഒർലനേറ്റ ബിലോങ് ടു ദ ഫാമിലി സ്കോർഫുലറേസിയ. നമുക്കറിയാം. സോ 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻറ്റി ഈസ്ട്രജൻ? എ ടിബളോൺ, ബി ക്ലോമിഫൻ, സി ലെട്രസോൾ, ഡി മെഫിപ്രസ്റ്റോൺ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി ക്ലോമിഫൻ. ക്ലോമിഫൻ എന്ന് പറയുന്നത് ഒരു ഓവുലേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. അത് ഓവുലേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ഇൻഫെർട്ടിലിറ്റി ഇൻ വിമൻ ട്രീറ്റ് ചെയ്യാനാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ആൻറ്റി ഈസ്ട്രജനിക് എഫക്റ്റ് ഇൻ യൂട്രസ് ഉണ്ട് ക്ലോമിഫൻ. ടിബളോൺ എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റിറോയിഡ് ഫെർട്ടിലിറ്റി ഡ്രഗാണ്. പോസ്റ്റ് മെനപ്പോസൽ ഓസ്റ്റിയോപൊറോസിസിനും എൻഡോമെട്രിയോസിസിനും യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ലിട്രസോൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് യൂസ് ചെയ്യും, ഒരു അരോമാറ്റേസ് ഇൻഹിബിറ്റർ ആണ്. മിഫിപ്രസ്റ്റോൺ എന്ന് പറയുന്നത് അബോർഷൻ ഡ്യൂറിങ് ഏർലി പാർട്ട് ഓഫ് പ്രഗ്നൻസിക്ക് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇറ്റ് ഇസ് എ സിന്തറ്റിക് സ്റ്റിറോയിഡ് ആണ്. ദെൻ ഇറ്റ് ബ്ലോക്സ് പ്രൊജസ്ട്രോൺ. ഈ ടിബളോൺ ഒരു പെക്യുലാരിറ്റിയും കൂടെ ഉണ്ട്, അതൊരു പ്രൊജസ്ട്രോജൻ ആണ്, സിന്തറ്റിക് സ്റ്റിറോയിഡ് മോളിക്യൂളാണ്. പോസ്റ്റ് അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് മെറ്റബോളൈറ്റ് ചെയ്തിട്ട് മെറ്റബോളിസം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റബോളൈറ്റിന് ഈസ്ട്രോജനിക്, പ്രൊജസ്ട്രോജനിക് ആൻഡ് ആൻഡ്രോജനിക് പ്രോപ്പർട്ടി ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 12. യൂട്രൈൻ റിലാക്സൻസ് ആർ ഓൾസോ നോൺ എസ് എ എക്ബോളിക്സ്, ബി ടോക്കലൈറ്റ്സ്, സി അബോർട്ടിഫേഷ്യൻസ്, ഡി അനലപ്റ്റിക്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ടോക്കലൈറ്റ്സ്. ആൻറ്റി കോൺട്രാക്ഷൻ മെഡിക്കേഷൻ അല്ലെങ്കിൽ ലേബർ സപ്രസൻസ് എന്നാണ് നമ്മൾ ടോക്കലൈറ്റ്സിനെ പറയുന്നത്. പ്രിമച്വർ ലേബർ സപ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ് ടോക്കലൈറ്റ്സ്. യൂട്രൈൻ റിലാക്സൻസ് ആണ്. എക്സാമ്പിൾ ഒരുപാടുണ്ട്. ടെർബ്യൂട്ടാലിൻ ബീറ്റ-2 അഗോണിസ്റ്റ് എക്സാമ്പിളാണ്. റിട്ടോഡ്രൈൻ, ഫിനോട്ടിറോൾ, ഹെക്സോപ്രിനാലിൻ, നിഫിഡിപ്പിൻ, അറ്റോസിബാൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി എന്താണ് ഓപ്ഷൻ എയിലെ എക്ബോളിക്സ് എന്ന് പറയുന്നത്? അബോർഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലേബർ ആക്സിലറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് എക്ബോളിക്സ് എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ബിയിലെ ടോക്കലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയിലെ ടോക്കലൈറ്റ്സ് നമ്മൾ കണ്ടു. ഓപ്ഷൻ സിയിലെ അബോർട്ടിഫേഷൻസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ദാറ്റ് കോസ് അബോർഷൻ ആണ്. ദെൻ അനലപ്റ്റിക്സ് എന്ന് പറയുന്നത് CNS സ്റ്റിമുലൻസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓഫ് 12th ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 13. ത്രൂ വിച്ച് റൂട്ട് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ഇസ് അഡ്മിനിസ്ട്രേറ്റഡ്? എ സബ്ക്യൂട്ടേനിയസ്, ബി ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, സി ഓറൽ, ഡി ഇൻഹലേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഇൻഹലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു മസ്കാനിക് ആൻറ്റഗോണിസ്റ്റ് ആണ്, ഒരു ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട് ആണ്, വിച്ച് ഇസ് ഫോം ബൈ ട്രീറ്റിംഗ് അട്രോപ്പിൻ വിത്ത് ഐസോപ്രോപ്പിൽ ബ്രോമൈഡ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിവേഴ്സിബിൾ ബ്രോങ്കോസ്പാസം ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് COPD ആൻഡ് ആസ്മ. ഇൻഹലേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോൺ അലർജിക് ആൻഡ് അലർജിക് റൈനൈറ്റിസ് ഡ്യൂ ടു കോമൺ കോൾഡിലും യൂസ് ചെയ്യാറുണ്ട്. സോ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി. Question number 14. Which of the following is a 4th generation cephalosporin? Option A cefalothin, B cefamandole, C cefepime, D ceftriaxone. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി സെഫിപ്പിം ആണ് കറക്റ്റ് ആൻസർ. സെഫാലോസ്പോറിൻസ് എന്ന് പറയുന്നത് ബീറ്റ-ലാക്ടം ആൻറ്റിബയോട്ടിക്സ് ആണ്, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഫംഗസ് അക്രിമോണിയം. പ്രീവിയസ്ലി അക്രിമോണിയത്തിൻ്റെ നെയിമായിരുന്നു സെഫാലോസ്പോറിൻ. ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ അതിൻ്റെ എക്സാമ്പിളാണ്. ഫസ്റ്റ് ജനറേഷൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് സച്ച് സ്റ്റെഫൈലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സക്സസീവ് ജനറേഷൻസ് ഒക്കെ ഗ്രാം നെഗറ്റീവിനും കൂടി ആക്റ്റീവ് ആയിരുന്നു. സോ ഫസ്റ്റ് ജനറേഷൻ്റെ എക്സാമ്പിളാണ് സെഫസോളിൻ, സെഫാലെക്സിൻ. സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ് സെഫ്യൂറോക്സിം, സെഫോക്സിറ്റിൻ, സെഫോറ്റിറ്റാൻ. ദെൻ തേർഡ് ജനറേഷൻ്റെ എക്സാമ്പിളാണ് സെഫ്ട്രാക്സോൺ, സെഫിക്സിം, ദെൻ സെഫ്ഡിനാർ. ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ് സെഫിപ്പിം. ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്നതാണ് സെഫ്റ്റാറോളിൻ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷൻ്റെ എക്സാമ്പിളാണ് ഓപ്ഷൻ സി. സെഫാലോത്തിൻ ഓപ്ഷൻ എയിലെ സെഫാലോത്തിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ആണ്. ഓപ്ഷൻ ബിയിലെ സെഫാമൻഡോൾ എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷൻ ആണ്. ഓപ്ഷൻ സിയിലെ സെഫ്ട്രാക്സോൺ എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. എക്സാമ്പിൾ ഫോർ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. ഓപ്ഷൻ എ ഹാലോപിരിഡോൾ, ബി പെൻഫ്ലൂറിഡോൾ, സി ഒലാനസീപ്പീൻ, ഡി തയോറിഡസോൺ. ഏതാണ് അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്?
നമുക്കറിയാം നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സിനെ ടിപ്പിക്കൽ നിന്നും അറ്റിപ്പിക്കൽ നിന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കലിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ഫീനോതയസിൻസ്, അതിൽ വരുന്നതാണ് ക്ലോർപ്രമാസിൻ, തയോറിഡസിൻ, അതുപോലെ ട്രൈഫ്ലൂപെറാസിൻ, ഫ്ലൂഫിനാസിൻ ഒക്കെ. തയോസാന്തിൻസിൽ ടിപ്പിക്കലിൽ തന്നെ തയോസാന്തിൻസിൽ വരുന്നതാണ് ഫ്ലൂപെൻടെക്സോൾ, തയോതിക്സീൻ. ബ്യൂട്രോഫിനോൺസിൽ വരുന്നതാണ് ഹാലോപിരിഡോൾ, ഡ്രോംപിരിഡോൾ, പെൻഫ്ലൂറിഡോൾ. മിസലേനിയസിൽ വരുന്നതാണ് പിമോസൈഡ്, ലോക്സാപ്പീൻ, മൊളിൻഡോൺ ഒക്കെ. അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്കിൻ്റെ എക്സാമ്പിളാണ് ക്ലോസാപ്പിൻ, ഒലാനസീപ്പിൻ, ക്യുറ്റാപ്പിൻ, റിസ്പിരിഡോൺ, സിപ്രാസിഡോൺ, അരിപ്രിപ്പസോൾ ഒക്കെ, അരിപൈപ്രസോൾ ഒക്കെ. സോ നമ്മുടെ ഓപ്ഷനിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഒലാനസിപ്പീൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ. ഹാലോപിരിഡോൾ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ആണ്. പെൻഫ്ലൂറിഡോൾ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് തന്നെയാണ്. ഡൈഫിൻ ബ്യൂട്ടൈൽ പെപ്രിഡിൻ ആൻറ്റിസൈക്കോട്ടിക് ആണ്. തയോറിഡസോൺ എന്ന് പറയുന്നത് ഒരു ഫീനോതയസിൻ ഗ്രൂപ്പിലുള്ള ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ആണ്. ഇപ്പോൾ അറ്റിപ്പിക്കൽ ആയിട്ടുള്ള ആൻറ്റിസൈക്കോട്ടിക് എന്ന് പറയുന്നത് അതിൽ ഒലാനസിപ്പിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. Fluoxetine is an example of option A atypical antidepressant, B serotonin and noradrenaline reuptake inhibitor, C tricyclic antidepressant, D selective serotonin reuptake inhibitor. നമുക്കറിയാം ഫ്ലൂസിറ്റിൻ എന്ന് പറയുന്നത് SSRIയുടെ ഒരു എക്സാമ്പിൾ ആണ്. സെലക്റ്റീവ് സെറട്ടോണിൻ റിയപ്ടേക്ക് ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിൾ ആണ്. 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻറ്റി ഡിപ്രസൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ? ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് അതിൻ്റെ എക്സാമ്പിളാണ് ഇമിപ്രാമിൻ, ട്രെമിപ്രാമിൻ, അമിട്രിപ്റ്റിലിൻ, റോബിസിറ്റിൻ, ഡെസിപ്രാമിൻ, നോട്രിപ്റ്റിലിൻ ഒക്കെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ എക്സാമ്പിളാണ്. സെലക്റ്റീവ് സെറട്ടോണിൻ റിയപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഫ്ലൂസിറ്റിൻ, സെർട്ടാലിൻ, ഫ്ലൂവോസാമീൻ, പാരോസിറ്റിൻ ഒക്കെ. സെറട്ടോണിൻ നോറഡ്രിനാലിൻ റിയപ്ടേക്ക് ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിളാണ് ഡുലോസിറ്റിൻ, വെനലാഫിൻ ഒക്കെ. സെറട്ടോണിൻ ആൻറ്റഗോണിസ്റ്റിൻ്റെ എക്സാമ്പിളാണ് നിഫാസോഡോൺ, ട്രെസഡോൺ ഒക്കെ. അറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസിൻ്റെ എക്സാമ്പിളാണ് മിർട്ടാസിപ്പിൻ, ബുപ്രിയോൺ ഒക്കെ. റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് മവോ എയുടെ എക്സാമ്പിളാണ് മൊക്ലിബമൈഡും ക്ലോർഗൈലിനും ഒക്കെ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സെലക്റ്റീവ് സെറട്ടോണിൻ റിയപ്ടേക്ക് ഇൻഹിബിറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 17. Digoxin act by inhibiting option A sodium potassium ATPase, B myosin light chain kinase, C sodium chloride antiport, D GLUT4. ഇതിനെന്തിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ഡിജോക്സിൻ ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡിജോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കാർഡിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഈ സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് എന്ന് പറയുന്നത് അയൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പമ്പാണ്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? സോഡിയം അയോൺസിനെ മൂവ് ഔട്ട് ഓഫ് ദ സെല്ലും പൊട്ടാസ്യം ഇൻ ടു ദ സെല്ലും. അതായത് 3 sodium 2 potassium, 3 sodium ഔട്ട് ടു 2 potassium ഇൻ, ആ റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് എന്ന് പറയുന്നത്. ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി സെല്ലുലർ ഡീപോളറൈസേഷനും നെഗറ്റീവ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ ലോസും നടന്നിട്ട് നോർമൽ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഇൻട്രാസെല്ലുലർ സോഡിയം ലെവൽ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ മയോസൈറ്റ്സിലെ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറിൻ്റെ ഫംഗ്ഷൻ അത് എഫക്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? കാൽഷ്യം ഔട്ട് ഓഫ് ദ സെൽസ് റെഡ്യൂസ് ചെയ്യും. ഇൻട്രാസെല്ലുലർ അക്യുമുലേഷൻ ഓഫ് സോഡിയം കൂടിക്കഴിഞ്ഞാൽ സബ്സിക്വൻറ്റ് അക്യുമുലേഷൻ ഓഫ് ഇൻട്രാസെല്ലുലർ കാൽഷ്യം ഓൾസോ ഇൻക്രീസസ്. ബൈ ഇൻഹിബിറ്റിംഗ് സോഡിയം പൊട്ടാസ്യം പമ്പ് കാർഡിക് ഗ്ലൈക്കോസൈഡ്സ് എന്താണ് ചെയ്യുന്നത്? ഇൻട്രാസെല്ലുലർ സോഡിയം ലെവൽ ഇൻക്രീസ് ചെയ്യും, അതുവഴി ഇൻട്രാസെല്ലുലർ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യും. സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ സിസ്റ്റം വഴി മോർ കാൽഷ്യം ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാർഡിക് കോൺട്രാക്റ്റിലിറ്റി എൻഹാൻസ് ചെയ്യും. അതായത് അയനോട്രോപ്പി എഫക്റ്റ് ഉണ്ടാകും. സ്മൂത്ത് മസിൽസിലാണെങ്കിൽ വാസോ കോൺസ്ട്രക്ഷനും സ്മൂത്ത് മസിൽ കോൺട്രാക്ഷനും. ഈ അയനോട്രോപ്പി എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ഡിജോക്സിൻ നമുക്ക് യൂസ് ചെയ്യാം. സോ മെക്കാനിസം എങ്ങനെയാണ്? ഇൻഹിബിഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ATPase പമ്പ്. Question number 18. Ankle edema is a frequent adverse effect of option A propranolol, B nifedipine, C captopril, D nicorantol. ഇതിൽ ഏതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ആങ്കിൾ എഡിമ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നിഫിഡിപ്പിൻ. നിഫിഡിപ്പിൻ ഒരു കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. ഡൈഹൈഡ്രോക്സിപിറിഡിൻ ഗ്രൂപ്പിലുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ആങ്കിൾ എഡിമ എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിലെ പ്രൊപ്രാനോൾ നമുക്കറിയാം, ഇറ്റ് ഇസ് എ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്രോക്കർ. ദെൻ ഓപ്ഷൻ സിയിലെ ക്യാപ്റ്റോപ്രിൽ എന്ന് പറയുന്നത് ഒരു AC ഇൻഹിബിറ്ററാണ്. ഡ്രൈ കഫ് ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയിലെ നിക്കോറാൻഡിൽ എന്ന് പറയുന്ന ഒരു പൊട്ടാസ്യം ചാനൽ ആക്ടിവേറ്റർ ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ആൻജൈന പെക്ടോറസ്. Question number 19. Which of the following is potassium sparing diuretic? Option A epilerone, B ethacrylinic acid, C acetazolamide, D hydrochlorothiazide. എന്താണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ? ദി ഇൻഡ്യൂസ് ഡയൂറസിസ് വിത്തൗട്ട് ലോസ് ഓഫ് പൊട്ടാസ്യം അയോൺസ്. എക്സാമ്പിൾ ആണ് അമിലോറൈഡ്, എപ്പിലിറോൺ, സ്പൈർനോലാക്ടോൺ, ട്രയാംറ്ററിൻ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്.
എത്തക്രിലിക് ആസിഡ് ഓപ്ഷൻ ബിയിൽ എത്തക്രിലിക് ആസിഡ് എന്ന് പറയുന്നത് ലൂപ്പ് ഡയൂററ്റിക് ആണ്. ഓപ്ഷൻ സിയിൽ അസറ്റസോളമൈഡ് എന്ന് പറയുന്ന ഒരു കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. ഓപ്ഷൻ ഡിയിൽ ഹൈഡ്രോക്ലോർ തയസൈഡ് എന്ന് പറയുന്ന ഒരു തയസൈഡ് ഡയൂററ്റിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. Which vitamin is given along with isoniazid to reduce risk of neurotoxicity? Option A niacin, B pyridoxine, C pantothenic acid, D thiamine. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി pyridoxine ആണ്. pyridoxine is always given along with isoniazid to reduce the neurotoxicity. ഓപ്ഷൻ എയിൽ നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ്. ഓപ്ഷൻ സിയിലെ പാൻറ്റോത്തനിക് ആസിഡ് എന്ന് പറയുന്നത് B5 ആണ്. ഓപ്ഷൻ ഡിയിലെ തൈമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B1 ആണ്. ഇതോടുകൂടി പാർട്ട് 1 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് വരുന്ന വീഡിയോസിൽ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.